നമസ്കാരം പ്രിയമുള്ളവരെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരറിയിപ്പാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. നമ്മളുടെ എല്ലാം വീടുകളിൽ ഗ്യാസ് സിലിണ്ടർ ഉണ്ട്. ഇന്ത്യൻ ആയിക്കോട്ടെ, HP ആയിക്കോട്ടെ, ഭാരത് ആയിക്കോട്ടെ, ഗ്യാസ് സിലിണ്ടർ ഉള്ളവരെല്ലാം തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പാണ് ഷെയർ ചെയ്യുന്നത്. 5 വർഷക്കാലത്തിനിടയിൽ ബന്ധപ്പെട്ട ഏജൻസിയിൽ നിന്നും നിയോഗിക്കുന്ന ടെക്നീഷ്യന്മാർ നമ്മളുടെ വീടുകളിലെത്തി ഗ്യാസ് സിലിണ്ടർ ചെക്ക് ചെയ്ത് അതിൻ്റെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ഉൾപ്പെടെ കാര്യങ്ങൾ രേഖപ്പെടുത്തി കൃത്യമായിട്ടൊരു റിപ്പോർട്ട് തയ്യാറാക്കണമെന്നുള്ള വ്യവസ്ഥയുണ്ട്. അപ്പോൾ ഈ സർവീസിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മളുടെ വീടുകളിലേക്ക് ഇവരെത്തിച്ചേരാൻ പോകുന്നത്. വിവിധ ഏജൻസികളിൽ ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ടാകും. ഇപ്പോൾ ഇന്ത്യൻ, HP, ഭാരത് തുടങ്ങിയ വിവിധ ഗ്യാസ് പ്രൊവൈഡർമാർ നമ്മളുടെ വീടുകളിലേക്ക് ടെക്നീഷ്യന്മാരെ അയച്ചിട്ടുണ്ടാകും. അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ തന്നെ, അല്ലെങ്കിൽ വരുന്ന മാസങ്ങളിൽ നമ്മളുടെ വീടുകളിലേക്ക് എത്തിച്ചേരും. 5 വർഷത്തിലൊരിക്കൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇതെന്നൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അതുമാത്രമല്ല, ഇവർ വീട്ടിലെത്തുമ്പോൾ ഇവരോട് സഹകരിക്കുകയും വേണം. കൃത്യമായിട്ട് ഇവർ നമ്മളുടെ ഗ്യാസ് സിലിണ്ടർ, അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന റെഗുലേറ്റർ, ഹോസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് പരിശോധിച്ച് കൃത്യമായിട്ടുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കുകയും ആ റിപ്പോർട്ട് നമ്മളുടെ കൈവശം നൽകുകയും ചെയ്യുന്നതാണ്. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളും, അല്ലെങ്കിൽ അത് പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ, അതായത് കേടായ റെഗുലേറ്ററിന് പകരം പുതിയ റെഗുലേറ്റർ, ഹോസ് മാറണമെങ്കിൽ അത്തരം കാര്യങ്ങൾ, ഇവയെല്ലാം തന്നെ ഇവരുടെ കൈവശം ഉണ്ടായിരിക്കുകയും ചെയ്യും. അപ്പോൾ നിലവിൽ ഇതിൻ്റെ സർവീസ് ചാർജായിട്ട് 200 രൂപയും GST സ്റ്റേറ്റ്, അതോടൊപ്പം തന്നെ സെൻട്രൽ GST 36 രൂപ, അങ്ങനെ 236 രൂപയോളമാണ് നമുക്ക് ഇതിനു വേണ്ടി കൊടുക്കേണ്ടി വരുന്നത്. എന്നാൽ ഇത് മാത്രമല്ല, എന്തെങ്കിലുമൊക്കെ ഉപകരണം മാറേണ്ടതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചാർജ് കൂടി നമ്മൾ അടയ്ക്കേണ്ടതാണ്. അതുമാത്രമല്ല, കൊടുത്ത തുകയുടെ റെസിപ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വാങ്ങുക, അതോടൊപ്പം തന്നെ ഈ റിപ്പോർട്ട് അവർ തയ്യാറാക്കിയിട്ടുള്ളതിൻ്റെ ഒരു കോപ്പി, അല്ലെങ്കിൽ ആ റിപ്പോർട്ട് അവർ നൽകുന്നത് വാങ്ങുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടതുമായിട്ടുണ്ട്. അപ്പോൾ ഇവരോട് സഹകരിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഭാഗത്തു നിന്ന് ചെയ്യാനുള്ളത്. ബന്ധപ്പെട്ട ഗ്യാസ് ഏജൻസിയിൽ നിന്നും വരുന്ന ആളുകളാണെങ്കിൽ കൃത്യമായിട്ട് അവരുടെ കൈവശം അത് തെളിയിക്കുന്നതിനാവശ്യമായിട്ടുള്ള രേഖകൾ ഉണ്ടാകും. അപ്പോൾ ഇതെല്ലാം കണ്ട് കൃത്യമായിട്ട് ബോധ്യപ്പെട്ട ശേഷം മാത്രം നമുക്ക് നമ്മളുടെ ഗ്യാസ് സിലിണ്ടർ ഇരിക്കുന്ന ഭാഗം അവരെ കാണിക്കാവുന്നതാണ്. ഇനി ഇത് മാത്രമല്ല ശ്രദ്ധിക്കേണ്ടത്, ഗ്യാസ് സിലിണ്ടർ വിതരണത്തിലും മാറ്റങ്ങൾ വരുന്നുണ്ട്. നേരത്തെ ബുക്കിംഗ് ലിമിറ്റ് 45 ദിവസത്തോളമൊക്കെ ഗ്രാമപ്രദേശങ്ങളിലുള്ളവർക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ ബുക്കിംഗ് ലിമിറ്റിലും കുറവ് വന്നിട്ടുണ്ട്. ചില ഗ്യാസ് വിതരണ ഏജൻസിയിലൊക്കെ 25 ദിവസത്തിന് ശേഷം ഇപ്പോൾ ബുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും തന്നെ ആശ്വാസകരമായിട്ടുള്ള കുറച്ച് മാറ്റങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഗ്യാസ് വിലയിലാണ് മാറ്റമില്ലാത്തത്. ബാക്കി കുറച്ച് നിയമങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇനി അതോടൊപ്പം തന്നെ ഇലക്ട്രോണിക് KYC, പല മേഖലയിലും ഈ KYC ചെയ്യാത്തവർക്ക് ഗ്യാസ് സിലിണ്ടർ വിതരണം ചെയ്യുന്നില്ല. ഈ KYC ചെയ്ത ശേഷമേ സിലിണ്ടർ ലഭ്യമാകൂ എന്നാണ് ഇപ്പോൾ അറിയിപ്പ് വരുന്നത്. പല ഏജൻസികളും ഇത്തരത്തിൽ നടപടികൾ കടുപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇലക്ട്രോണിക് KYC ഒരിക്കൽ പോലും ചെയ്യാത്തവർ ഇത് ചെയ്യേണ്ടതാണ്. ഇനി ഗ്യാസ് കണക്ഷൻ്റെ ഉടമ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യുക. അതിനുശേഷം പുതിയ ഓണർ ഈ രീതിയിൽ ഈ KYC ചെയ്ത് ഗ്യാസ് സിലിണ്ടർ എടുക്കുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ്. അപ്പോൾ ഗ്യാസ് കണക്ഷൻ എടുത്തിട്ടുള്ള എല്ലാവരെയും തന്നെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണിത്. അപ്പോൾ പരിശോധന വരുന്ന കാര്യവും, അതോടൊപ്പം തന്നെ ഈ പ്രധാനപ്പെട്ട ബുക്കിംഗ് ലിമിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമെല്ലാം തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക. ഇതുപോലുള്ള ഇൻഫർമേഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.